എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ ഇന്നാണ്. അപ്പോൾ ഈ ഒരു ഷോ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പേര് അത്രയ്ക്കും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഷോയിലേക്ക് രേണു സുധി കാലെടുത്ത് വെച്ചത് മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും രേണു സുധി ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗെയിം കളിക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി സോഷ്യൽ മീഡിയ മുഴുവനുമുണ്ട്. അത് ഇന്നലെ വൈകുന്നേരം മുതൽ, അതായത് ഈ ഗ്രാൻഡ് ലോഞ്ച് നടന്ന സമയം മുതൽ ഈ ഒരു വാർത്തയും ചർച്ചയും ഒക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് ഏറ്റവും കൂടുതൽ സാലറി കൊടുത്തിട്ട് എടുത്തിരിക്കുന്നത് രണ്ടുപേരെയാണ്. അത് ഒന്ന് രേണു സുധിയാണ്, രണ്ടാമത് അനുമോളാണ്. ചിലപ്പോൾ അത് ശരി തന്നെയായിരിക്കും. കാരണം ആ ഒരു ഷോയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര പരിചയമുള്ള മുഖങ്ങൾ വളരെ കുറവാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് രേണു സുധിയാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അനുമോളുടേത്. പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ, അതേപോലെ തന്നെ ഷാനവാസ്, ഇവരൊക്കെ ഉണ്ടെങ്കിലും അത്ര ഒരു ചർച്ച ചെയ്യപ്പെട്ട പേരോ അല്ലെങ്കിൽ അത്ര ഒരു ഫേമസ് ആയിട്ടുള്ള ആളുകളല്ല ഈ സോഷ്യൽ മീഡിയയിൽ. അവരൊക്കെ അഭിനയ രംഗത്തൊക്കെ ഉണ്ടെങ്കിലും അത്ര ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുത്തിട്ട് ആ ഒരു ഷോയിലേക്ക് കൊണ്ടുപോയത് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവർക്ക് കിട്ടിയ സാലറി അടക്കം ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. അത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ആ ഒരു പോസ്റ്റ് ഞാനിവിടെ വെക്കാം. ആദ്യം അതൊന്ന് വായിക്കാം. ഒരു പിങ്ക് ഹെവൻ എന്ന് പറയുന്ന ഒരു പേജിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് രേണുവിനെ കൊത്തിക്കൊണ്ടുപോയത് പൊന്നും വില കൊടുത്ത്. ഇത്തവണ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണു സുധിയാണെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും രേണു സുധിക്കും ഒരു ദിവസം 50,000 രൂപ സാലറി എന്നാണ് പറഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ. രേണുവിന്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്രേ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത്. കരിയറിലെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി 100 ദിവസം മാറി നിൽക്കുന്നത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം രേണു തയ്യാറായിരുന്നില്ല. പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളിയത്. 1,00,000 രൂപ ദിവസ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത്. വിലപേശലുകൾക്കൊടുവിൽ അത് 50,000-ൽ ഉറപ്പിക്കുമായിരുന്നു. ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനമൊക്കെയായി നല്ല തിരക്കിലായിരുന്നു രേണു. 100 ദിവസം മാറി നിൽക്കുന്നത് ഇതിനെല്ലാം ബാധിക്കും. ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രേണു 1,00,000 രൂപ ആവശ്യപ്പെട്ടത്. രേണുവിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും വിമർശകരെയും ബിഗ് ബോസിന്റെ വരിക്കാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്രയും വലിയ തുക നൽകി രേണുവിനെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഗുണം ഇന്നലത്തോടെ തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങി. രേണുവിനെ സ്ക്രീനിൽ കണ്ടതോടെ ചാനൽ വ്യൂവർഷിപ്പ് റോക്കറ്റ് പോലെ കയറിപ്പോയി. സോഷ്യൽ മീഡിയ ആകെ രേണുവും ബിഗ് ബോസും നിറഞ്ഞു. അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ പിടിച്ചു നിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനെയായിരുന്നു ആ ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞ കാര്യം എത്രത്തോളം സത്യമാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള പല ചർച്ചകളും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 50,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് രേണുവിന് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചകളും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇതേപോലെ പലയിടത്തും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു തുക കൊടുത്ത് രേണുവിനെ ആ ഒരു ഷോയിലേക്ക് കൊണ്ടുപോയത് അവർ മണ്ടന്മാരായിട്ടൊന്നുമല്ല. കാരണം അത്രയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് രേണു സുധി. ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് രേണു സുധിയുടേത്. അതേപോലെ തന്നെ അത്രയ്ക്കും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ രേണു സുധിയെ കുറിച്ചുള്ള വീഡിയോസും കമൻസും ഒക്കെ എടുത്ത് നോക്കിയാൽ കൂടുതൽ പേരും രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻ്റ് ഒക്കെ ഇടുന്നത് കാണാൻ പറ്റും. ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ എനിക്ക് രേണു സുധിയെ പറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു അതിലും ഞാൻ പ്രസന്റ് ചെയ്തത്. അതിലും അടിയിലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമന്റ് ഇടുന്നത്. പക്ഷേ ഈ നെഗറ്റീവായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരുടെയും പോസ്റ്റ് ഇടുന്നവരുടെയും അടിയിലാണ് കൂടുതലും നെഗറ്റീവായിട്ടുള്ള കമന്റുകളൊക്കെ കാണാൻ പറ്റുന്നത്. എന്നാൽ കൂടെ ഇപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാരുടെ സപ്പോർട്ട് രേണുവിന് ഉണ്ട് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ ഒരു 70-80 ദിവസമൊക്കെ ഈ ബിഗ് ബോസ് ഷോയിൽ നിൽക്കാനും സാധ്യതയുണ്ട്. ഒരു വിന്നറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ രേണു സുധിക്ക് ഉണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ആവാൻ പറ്റുമായിരിക്കും നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ. എന്തായാലും ഈ ഒരു ഷോയിൽ ഇപ്പം കയറിയ ഈ 18 അല്ലെങ്കിൽ 20 പേരിൽ ഏറ്റവും കൂടുതൽ കുറച്ച് ഫെയിമായിട്ട് നിൽക്കുന്നത് ഒന്ന് രേണു സുധിയാണ്. അതേപോലെ തന്നെ അനു, പിന്നെ ബിന്നി, ഷാനവാസ്, ഇവരൊക്കെയാണ്. പക്ഷേ ഇവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്നത് ഈ രേണുവും അനുമോളും ഒക്കെ ആണെന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച നടത്തുമ്പോൾ പലരും അത് ഒരു അത്ഭുതത്തോടെ കാണുന്നുണ്ട്. അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കണ്ടന്റ് കൊടുക്കുന്ന ആരാണോ അവർക്ക് കൂടുതൽ പേയ്മെന്റ് ലഭിക്കും. പക്ഷേ ഈ അനുമോൾ എത്രത്തോളം അതിൽ സക്സസ് ആവും എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. കാരണം ഫസ്റ്റ് ഡേ മുതൽ എല്ലാവരും ഊക്കി വിടുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് അത്ര സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല. ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അത് വരുമായിരിക്കും. എന്തായാലും രേണുവിനെ ഇത്രയും പൈസ കൊടുത്ത് ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മുതലാക്കണം എന്ന് ബിഗ് ബോസിന്റെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് നന്നായിട്ട് അറിയാം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് നല്ലൊരു കണ്ടന്റ് രേണുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഇത്രയും സാലറി കൊടുത്ത് രേണുവിനെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം.